പറയുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ MP അത് തൃശ്ശൂരിൽ നിന്നാണ്. ആ അദ്ദേഹം കേന്ദ്രമന്ത്രി കൂടി ആവുന്നു എന്നുള്ളതിന്റെ ഇരട്ടി മധുരമാണ്. അതാണ് ഇവിടെയുള്ള ജനങ്ങളുടെ എല്ലാം ആവേശത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തതിലുള്ള സന്തോഷം, ഒപ്പം തന്നെ തൃശ്ശൂരിന്റെ കേന്ദ്രമന്ത്രി ആയതിനുള്ള സന്തോഷം. കഴിഞ്ഞ കുറെ നാളുകളായി ഇതിനുവേണ്ടി പരിശ്രമിക്കുകയായിരുന്നു. അതെ അതെ, കഴിഞ്ഞ അദ്ദേഹവും ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള ബൂത്തിൽ ഈ കാണുന്ന എല്ലാ പ്രവർത്തകരും അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളവരാണ്. അപ്പൊ അവരുടെ ആ ഒരു അധ്വാനത്തിനുള്ള ഒരു ഫലം കൂടിയാണ് ഈ ഒരു വിജയം എന്ന് പറയുന്നത്. എന്താണ് പ്രതീക്ഷിക്കുന്നത്? സുരേഷ് ഗോപി ഏത് വകുപ്പിലേക്ക് വരും? അങ്ങനെ വല്ല പ്രതീക്ഷകളും? ഏത് വകുപ്പാണെങ്കിലും അദ്ദേഹം അതിനോട് 100% ആത്മാർത്ഥത കാണിച്ചിട്ടായിരിക്കും അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് ഉറപ്പുണ്ട്. കാരണം MP ആയി കഴിഞ്ഞ തവണ മത്സരിച്ച് തോറ്റിട്ട് പോലും തൃശ്ശൂരിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് തന്നെ ഏത് വകുപ്പ് കിട്ടിക്കഴിഞ്ഞാലും അദ്ദേഹം അതിനോട് 100% ആത്മാർത്ഥത പുലർത്തും. മാത്രമല്ല തൃശ്ശൂരിന്റെ ഒരു പുതിയ മുഖം, വികസന മുഖം നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നാണ് മനസ്സിലാവുന്നത്. ഇനി തൃശ്ശൂർ എന്നാൽ സുരേഷ് ഗോപി എന്നാണോ? അതെ അതെ, തൃശ്ശൂർ എന്നാൽ സുരേഷ് ഗോപി തന്നെയാണ്. അഭിലാഷ, വലിയ ആഘോഷങ്ങളിലും അതോടൊപ്പം തന്നെ വലിയ ആത്മവിശ്വാസത്തിലും തന്നെയാണ് ഓരോ പ്രവർത്തകരും. അത് തന്നെയാണ് അവരുടെ വാക്കുകളിലും എല്ലാം തന്നെ പ്രകടമാകുന്നത്. പൂങ്കുന്നത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ഇപ്പോൾ ഇതുവഴി കടന്നു പോവുകയാണ്. കഴിഞ്ഞ 5 വർഷമായി തുടരുന്ന അവരുടെ പ്രയത്നങ്ങൾ അത് വലിയ വിജയത്തിലേക്ക് എത്തിച്ചതിന്റെ സന്തോഷം എല്ലാവരിലും തന്നെയുണ്ട്. അതവരുടെ അവർ ഈ കടന്നു പോകുന്ന വഴികളിലെല്ലാം തന്നെ അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ആധികാരികമായ വിജയം നേടിയിരിക്കുന്നു. അതിന്റെ സന്തോഷം ഇനി മന്ത്രിയായി സുരേഷ് ഗോപി തിരിച്ചെത്തുമ്പോൾ വലിയ സ്വീകരണം നൽകുവാനുള്ള തയ്യാറെടുപ്പിലാണ് തൃശ്ശൂരിലെ BJP പ്രവർത്തകർ.